ഒരുപാട് സിനിമകൾ എണ്ണിയാലൊടുങ്ങാത്ത സിനിമകൾ ചെയ്തപ്പോഴും അതെല്ലാം അത് ഫൈറ്റ് ചെയ്തത് ഈ കാലഘട്ടത്തിലായതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് വ്യക്തികളാണ് മോഹൻലാലും മമ്മൂട്ടിയും. ശ്രീനിവാസനെ സംബന്ധിച്ച് ശ്രീനിവാസനും അങ്ങനെ തന്നെയായിരുന്നു. എല്ലാ കാലത്തും അദ്ദേഹം പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. പല വിമർശനങ്ങളും ഒക്കെ പല ഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും അത്രയധികം അടുത്ത് നിന്നിരുന്ന, അത്രയധികം സിനിമകളിലൊപ്പം ഉണ്ടായിരുന്ന ആളുകളാണ്. അപ്പം മമ്മൂട്ടിയേക്കാൾ എനിക്ക് തോന്നുന്നു മോഹൻലാലിനാണ് കൂടുതൽ സിനിമകൾ ശ്രീനിവാസനുമായി കോംബോ ഉണ്ടായിരുന്നതെന്ന് തോന്നുന്നു. പക്ഷേ എല്ലാവരുമായിട്ടും ശ്രീനിവാസൻ കോംബോ സിങ്കായിരുന്നു എന്നുള്ളത് കൂടിയാണ്. അതായത് ഒരാളുടെ കൂടെ നിൽക്കുമ്പോൾ ശ്രീനിവാസൻ കുറച്ചുകൂടി നല്ലത്, ഇല്ലെങ്കിൽ ഒരാളുമായുള്ള കോംബോ നല്ലത് എന്ന് ഉള്ള രീതിയായിരുന്നില്ല. ശ്രീനിവാസന് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു രീതി ഉണ്ടായിരുന്നു. അത് അഭിനയത്തിലാണെങ്കിലും എഴുത്തിലാണെങ്കിലും ഒക്കെ അദ്ദേഹത്തിന് അത് ഉണ്ടായിരുന്നു. അത് സ്വന്തം ജീവിതത്തിലാണെങ്കിലും അതുണ്ടായിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ ഈ സിനിമയിൽ നല്ലത്, ആ സിനിമയിൽ നല്ലത്, ഇല്ലെങ്കിൽ ഇന്ന നടൻ്റെ കൂടെ നല്ലത് എന്ന് പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ മോഹൻലാലിനെ സംബന്ധിച്ചും മമ്മൂട്ടിയെ സംബന്ധിച്ചും മറ്റേത് ആക്ടേഴ്സിൻ്റെ എടുത്തു നോക്കുകയാണെങ്കിലും തുല്യ പ്രാധാന്യം ആ സമയങ്ങളിൽ, ഇല്ലെങ്കിൽ ആ സിനിമകളിലൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഒരു എങ്ങനെയാണ് മലയാള സിനിമയ്ക്ക് വലിയ സംഭാവനകൾ നൽകിയ ഒരു കാലഘട്ടത്തിൻ്റെ എല്ലാമായിരുന്ന മനുഷ്യരുടെ ലിസ്റ്റ് എടുത്ത് നോക്കുമ്പോൾ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ആളുകളാണ് മോഹൻലാൽ, മമ്മൂട്ടി, ശ്രീനിവാസൻ എന്നുള്ളവരൊക്കെ. അതായത് ആ ഒരു ഇൻഡസ്ട്രി എത്രത്തോളം വളർന്നു, ഇന്ന് നമ്മൾ കാണുന്ന ഇൻഡസ്ട്രിയിലേക്ക് അത്രയധികം ആളുകളെ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു മേഖലയാക്കി സിനിമാ മേഖലയെ വളർത്തിയതിൽ ഏറ്റവും പ്രാധാന്യമുള്ള, ഇല്ലെങ്കിൽ പ്രധാനപ്പെട്ട ആളുകളിൽ ഒരാൾ കൂടിയായിരുന്നു ശ്രീനിവാസൻ എന്നുള്ളതാണ്. വലിയ ചേഞ്ച് സിനിമ ഇൻഡസ്ട്രിക്ക് ഉണ്ടാക്കിയിരിക്കുന്ന ചേഞ്ച്, അത് പ്രൊഡക്ഷൻ ആണെങ്കിലും ഇവിടെ ഇപ്പം നമുക്കറിയാം ചെന്നൈയെ ആശ്രയിച്ചായിരുന്നു നമ്മൾ എല്ലാ കാലത്തും സിനിമ ഉണ്ടായിരുന്നത്. അതിപ്പം കളറിംഗ് ആണെങ്കിലും മിക്സിംഗ് ആണെങ്കിലും എഡിറ്റിംഗ് ആണെങ്കിലും സിനിമാറ്റോഗ്രഫി ആണെങ്കിലും എല്ലാ രീതിയിലും നമ്മൾ ചെന്നൈയെ ആശ്രയിച്ചിരുന്നു. ചെന്നൈയിൽ നിന്നായിരുന്നു നമ്മൾ സാധനങ്ങൾ കൊണ്ടുവന്നത്, ചെന്നൈയിലായിരുന്നു നമ്മുടെ ഈ പ്രൊഡക്റ്റ് നമ്മൾ എത്തിച്ച് അത് സിനിമാ രൂപത്തിൽ നമുക്ക് കേരളത്തിലേക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. പക്ഷേ അതിനെയെല്ലാം അത് ഇവിടെ തന്നെ നമുക്ക് ചെയ്യാം.